വീണ്ടും റിവീൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന, ഒന്ന് ചിന്തിപ്പിക്കുന്ന ഒരു സന്ദേശം. ഞാൻ അടുത്തിടെ ഒരു വാർത്ത കേട്ടതാണ്. ഏദൽ കാറ്റർഹാം എന്ന് പറയുന്ന 115 വയസ്സുള്ള ഒരു മുത്തശ്ശിയുടെ സാക്ഷ്യമാണ്. പേര് ഏദൽ കാറ്റർഹാം. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വനിത. അതിന് പ്രത്യേകം ബഹുമതി അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ജനനം 1909 ഓഗസ്റ്റ് 2 ജനനം. ബ്രിട്ടീഷ് സൈന്യത്തിലുള്ള ഒരു മേജറെയാണ് വിവാഹം കഴിച്ചത്. യൗവനത്തിലെ ജോലി ഇന്ത്യയിലായിരുന്നു പറയുന്നു. പിന്നീട് ഹോങ്കോങ്, ജിബ്രാൾട്ടർ ജോലി ചെയ്തു. അവിടെ എല്ലാം ദീർഘനാള UK, ഇംഗ്ലണ്ടിലെ കെയർ ഹോമിലാണ് താമസം. അടുത്തിടെ കെയർ ഹോമിൽ വെച്ച് 115ാം ജന്മദിനം ആഘോഷിച്ചു. ചാൾസ് മൂന്നാമൻ രാജാവ് അഭിനന്ദിച്ച വാർത്തയുണ്ടായിരുന്നു. എന്നാലും ഞാനിന്ന് പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പലരും ചോദിച്ചു, മുത്തശ്ശി ഇത്രയും ആരോഗ്യത്തോടിരിക്കാനുള്ള രഹസ്യമെന്തോ? സാധാരണഗതി നമുക്കറിയാം, എല്ലാവരും പറയും ഡയറ്റ് അല്ലേ, ഭക്ഷണ രീതി, വ്യായാമം. മുത്തശ്ശി പറയുന്ന അതൊന്നുമല്ല, അതെല്ലാം വേണം. ഒരു ഭാഗം ഫോക്കസ് ചെയ്യണം, ഒരാളുടെ അനുഭവം. പുള്ളിക്കാരത്തി പറയുന്നത് എൻ്റെ ദീർഘായുസിന്റെ രഹസ്യം എന്താണെന്ന് വെച്ചാൽ സമാധാനത്തോടെയുള്ളൊരു മനസ്സ്. ആടി ഉലയുന്ന മനസ്സല്ല, സമാധാനത്തോടെയുള്ളൊരു മനസ്സ്. ആ സഹോദരി പറയുന്നുണ്ട്. ചെറിയ കാര്യങ്ങൾക്ക് വിഷമിക്കാറില്ല. നമുക്കറിയാം, നമ്മളെ ചെറിയ കാര്യങ്ങളെല്ലാം വലുതിനും ചെറുതിനും ഒക്കെ വിഷമിക്കുന്നവരാണ്. ചെറിയ കാര്യങ്ങൾക്ക് വിഷമിക്കാറില്ല. ഒന്നുകൂടെ ഞാൻ വിശദീകരിക്കാം. ആരോടും തർക്കിക്കാൻ പോകത്തില്ല. പിന്നെ പറഞ്ഞു, ഞാൻ എല്ലാവരെയും കേൾക്കും, എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും, പിരിമുറുക്കം ഒരിക്കലും അനുവദിക്കത്തില്ല. നമുക്ക് അതേക്കുറിച്ച് ഒന്ന് ഈ ചെറിയ സന്ദേശം ശ്രദ്ധിക്കാം. സമാധാനമുള്ളൊരു മനസ്സ്. നമുക്കറിയാം, വലിയ കലുഷിതമായ പ്രശ്നങ്ങൾ അല്ലേ, ഓരോ ദിവസം എഴുന്നേൽക്കുമ്പോഴും നമ്മുടെ മനസ്സിനെ തളർത്തുന്ന വാർത്തകളെ, പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ. അതിനിടയ്ക്ക് നമുക്ക് നല്ലൊരു ഇന്ദ്രിയജയം, അതായത് ഒരു സെൽഫ് കൺട്രോൾ, നല്ല ആത്മീയമായിട്ടുള്ളവർക്ക് ദൈവത്തിലുള്ളൊരു ആശ്രയം, അല്ലെങ്കിൽ ജീവിതത്തിനൊരു അടുക്കും ചിട്ടയും ഒരു കൃത്യമായ ഒരു ജീവിത ശൈലി ഉള്ളവർക്ക് മാത്രമേ സമാധാനപരമായ ഒരു മനസ്സിനെ സൃഷ്ടിക്കാൻ കഴിയത്തുള്ളൂ. നമുക്കറിയാം, മുറിവേൽപ്പിക്കുന്ന ഒരു വാക്ക് നമ്മളോട് ആരെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ മുറിവേൽക്കുന്നവരല്ലേ. എന്നാൽ അവരെ വിട്ടയക്കണം. സമാധാനപരമായ മനസ്സിന്റെ ഒരു ഭാഗമാണ് ഫോർഗിവ്നെസ്. മറ്റുള്ളവരെ വിട്ടയക്കുക, മറ്റുള്ളവരെ ക്ഷമിക്കുക, നമ്മളെക്കാൾ ശ്രേഷ്ഠമായിട്ട് കാണുക. ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളിൽ അവരുടെ ദൈവത്തിലുള്ള ആശ്രയമാണെങ്കിൽ, ഈ പ്രശ്നം എനിക്ക് ഒരു ഭാരം വന്നാൽ ഞാൻ ദൈവത്തിൽ അത് ഇടുകയാണ്, ദൈവം എനിക്ക് അതിനകത്തൊരു പരിഹാരം തരും. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വലിയ ആശ്രയമാണ് സമാധാനമുള്ള മനസ്സ്. ചെറിയ കാര്യങ്ങൾക്ക് വിഷമിക്കാതെ, ചെറിയ കാര്യങ്ങളിൽ എനിക്ക് അതെന്നെ അങ്ങ് ഭാരപ്പെടുത്തുന്നു. അങ്ങാണ്ട് കിടക്കുന്ന വിഷയങ്ങളാണ്, അല്ലെ വർഷങ്ങൾ കഴിഞ്ഞ് സോൾവ് ചെയ്യേണ്ട ഒരു വിഷയം, അതിനെ ഓർത്ത് വ്യാകുലപ്പെടുക. ചെറിയ കാര്യങ്ങൾ എന്തുവായാലും അതിന് മനസ്സിന് ആ ചിന്തകൾ വരും. നമ്മളൊരാൾ പറഞ്ഞ പോലെ പക്ഷി പറക്കാം, തലയിൽ കൂടുവെക്കാൻ വേണ്ട. അപ്പൊ ആ ചെറിയ കാര്യങ്ങളെ ചെറുതായിട്ട് കണ്ട്, അല്ലെങ്കിൽ ഒന്ന് ഉറങ്ങി എഴുന്നേക്കും. ഏത് മുറിവുകൾക്കും ആ ഒരു പ്രഭാതം കഴിയുമ്പോൾ പുതിയ പ്രഭാതമായിട്ടാണ് നമ്മൾ എഴുന്നേക്കുന്നത്. വേദപുസ്തകത്തിലെ വചനമുണ്ട്, സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്നപ്പോൾ രാപാർക്കും ഉഷസ്സിൽ ആനന്ദഘോഷം. അതുപോലെ തന്നെ ആരോടും തർക്കിക്കാൻ അല്ലേ, നമുക്ക് സ്നേഹത്തോടുള്ള സംവാദങ്ങളുണ്ട്, നമ്മുടെ ആശയവിനിമയം നടത്താൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. തർക്കം കലഹത്തിലേക്ക്, വഴക്കിലേക്ക്, അങ്ങനെയല്ലേ വളരെ വലിയ വിഷയങ്ങളുണ്ടാകുന്നു. പുള്ളിക്കാരി തർക്കത്തിനില്ല. ഇപ്പം അവർ പറയുകയാണ്, ഓക്കെ, നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ, എനിക്ക് എണ്ണത്തില്ല, എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയുള്ള സമീപനങ്ങൾ, സൗമ്യതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അവിടെ പറയുന്നു. ആരോടും തർക്കിക്കാൻ, ഞാൻ എല്ലാവരെയും കേൾക്കും. കേൾവി ഏറ്റവും വലുത്. നമ്മൾക്കെല്ലാം സംസാരിക്കാൻ ആഗ്രഹമുള്ളവരല്ലേ, ഒരു കേൾക്കാൻ ഒരു കാതുകൾ നമുക്കുണ്ടെങ്കിൽ ബന്ധങ്ങൾ സ്ഥാപിക്കാമെന്നാണ് പറയുന്നത്. കാരണം ഈ ലോകത്തിന് കേൾക്കാൻ ആരുമില്ല. അപ്പം അതിൽ നമ്മളൊരാളായി പ്രശ്നങ്ങൾ കേൾക്കാനും, പ്രത്യേക കൗൺസിലിംഗ് ചെയ്യുമ്പോൾ ഞങ്ങൾ അവരെ ഒന്ന് ശ്രദ്ധിക്കും, കേൾക്കും. ഒന്ന് പറഞ്ഞു തരുമ്പോൾ അവർക്ക് പ്രാർത്ഥിക്കുപോലും വേണ്ട. അപ്പം ഒന്ന് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അപ്പം ഞാൻ എല്ലാവരെയും കേൾക്കും, എനിക്കിഷ്ടമുള്ള കാര്യം ചെയ്യും. അതെന്നെ ഏറ്റവും ടച്ച് ചെയ്തൊരു കാര്യം. ചിലർ പറയും മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് ചെയ്യും. അങ്ങനെയല്ല, ഇഷ്ടമുള്ള ഭാര്യ ചിന്തിക്കണം. ഭർത്താവിന് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ. ഭാര്യ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞ പോലെ, കുഞ്ഞുങ്ങൾ ഓരോ കോഴ്സ് തിരഞ്ഞെടുക്കാൻ, ഓരോ കാര്യങ്ങൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ. ചിലപ്പോൾ ചിലർക്ക് അല്പം സംസാരിച്ചിരിക്കാനായിരിക്കും, ചിലർക്ക് പുറത്തു പോകാനായിരിക്കും, ചിലർക്ക് കാഴ്ചകൾ കാണാനായിരിക്കും, ചിലർക്ക് ഡ്രൈവിംഗ് ആയിരിക്കും. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ഫോഴ്സ് ചെയ്ത് അവർ പറയും ഞാൻ ഇഷ്ടമുള്ള കാര്യം. ചിലപ്പോൾ അവർക്ക് കുക്കിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കാനായിരിക്കാം. അവർ പറയുന്നത് ഞാൻ ഇഷ്ടമുള്ള എല്ലാവരെയും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും, പിരിമുറക്കം ഒരിക്കലും ഞാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ആങ്സൈറ്റിയോ അല്ലെങ്കിൽ എന്തോ ഒരു ടെൻഷന് സ്ഥാനം കൊടുക്കത്തില്ല. അപ്പോൾ കൺവേർട്ട് ചെയ്യുക. നമ്മൾ പറയുന്ന ഡ്രൈവർ വാഹനം ഓടിച്ചു പോകുമ്പോൾ കട്ടർ അതുപോലുള്ളത് കാണുമ്പോൾ അവർ തിരിച്ചിരിച്ചു പോകുന്ന പോലെ നമ്മൾ അവിടെ നിന്ന് മാറി ഡ്രൈവർ എങ്ങനെ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്ന പോലെ അങ്ങനെ പോയാൽ
വിജയകരമായ ഒരു ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കും. ഇത് ഒന്ന് ഓടിച്ച് ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ആ 115 വയസ്സുള്ള ആ മുത്തശ്ശി അല്ലെ അമ്മ, ആ അമ്മച്ച പറഞ്ഞ സാക്ഷ്യം വേറെ ഒന്നുമല്ല, ഭക്ഷണ രീതിയെക്കുറിച്ച് ഒന്നും അവിടെ പറയുന്നില്ല. അതെല്ലാം ഉണ്ടായിരിക്കാം അടുക്കും ചിട്ടയും. പക്ഷെ അവിടെ പറഞ്ഞേക്കുന്ന പ്രധാനപ്പെട്ടത് മറന്നുപോലെ സമാധാനമുള്ള മനസ്സ്, ചെറിയ കാര്യങ്ങൾക്ക് വിഷമിക്കാറില്ല, ആരോടും തർക്കിക്കാൻ പോവുകയില്ല, ഞാൻ എല്ലാവരെയും കേൾക്കും, എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും, പിരിമുറുക്കം ഒരിക്കലും അനുവദിക്കത്തില്ല. വീണ്ടും വീണ്ടും കേൾക്കുക. ജീവിതത്തിൽ നമുക്ക് നല്ല തീരുമാനം എടുക്കാം. സമാധാനമുള്ള ഒരു മനസ്സിന് ഉടമയാകാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. അങ്ങനെ വിജയകരമായി ജീവിക്കാം. ഗോഡ് ബ്ലെസ് യു.